ലണ്ടൻ മലയാളം റേഡിയോ. The station that loves God's own country and its people. London Malayalam Radio. ഹലോ, എല്ലാ എന്റെ മാന്യ ശ്രോതാക്കൾക്കും വിനീതമായ നമസ്കാരം. ഇത് ലണ്ടൻ മലയാളം റേഡിയോയിൽ നിന്നും നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ സ്വന്തം മമ്മണിക്കുട്ടി RJ സ്മിതയാണ്. വീണ്ടും ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ നിങ്ങളോടൊപ്പം എത്തിയിരിക്കുകയാണ്. സമയം എന്നൊക്കെ പറയുന്നത് എത്ര പെട്ടെന്നല്ലേ പോകുന്നത്. ഒയ്യോ, ഒരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്, ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നൺ എന്ന്. അതായത് സമയവും തിരമാലകളൊന്നും ആർക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യില്ല. അതിനനുസരിച്ച് നമ്മൾ പോയാൽ പോയി, ഇല്ലെങ്കിൽ അവിടെ നിന്ന് നിൽക്കത്തതേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇന്നത്തെ നമ്മുടെ ഓൺ ദ സ്പോട്ടിൽ കുറേയധികം വിശേഷങ്ങളും വാർത്തകളും പിന്നെ നമ്മുടെ സെർവേഴ്സിലൊക്കെ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കാരണം ഓരോ നിമിഷവും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും എന്തോരം വിശേഷങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിശേഷങ്ങളും പറയാൻ നമുക്ക് കഴിയില്ലെങ്കിലും ഒരു മണിക്കൂർ നമ്മളാലാവുന്ന വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം അല്ലേ. സോ ഇന്നത്തെ ഓൺ ദ സ്പോട്ടിൽ എല്ലാവരും ഞാൻ ഹാർദവുമായി ക്ഷണിച്ചു കൊള്ളുന്നു. നമുക്ക് ആദ്യം തന്നെ നല്ലൊരു ഗാനം കേട്ടാലോ. ഈ ഗാനം ഞാൻ എടുത്തിരിക്കുന്നത് ചിത്രം എന്ന മലയാളം മൂവിയിൽ നിന്നാണ്. ഈ സിനിമ ഇറങ്ങിയത് 1988 ഏത് പാട്ടാണെന്ന് വെച്ചാൽ ദൂരെ കിഴക്കുതിക്കും എന്ന പാട്ടാണ്. ലാലേട്ടനും രഞ്ജിനി ചേച്ചിയും ഒക്കെ തകർത്തഭിനയിച്ച നല്ലൊരു ഗാനം തന്നെയാണിത്. ഈ ചിത്രം എന്ന് പറയുന്നത് തന്നെ, അതായത് പേരും ചിത്രം തന്നെയാണ്, അല്ലാതെ ഈ മൂവി എന്ന് പറയുന്നത് തന്നെ ഒയ്യോ എന്തോ ഒരു നല്ല മൂവിയല്ലേ. ലാലേട്ടൻ്റെയൊക്കെ ക്ലാസിക് ഡയലോഗ്സും എന്താ പറയുക കോമഡിയും ഒക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈച്ച് ആൻഡ് എവറി ബിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു മൂവിനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. ലാലേട്ടനും രഞ്ജിനി ചേച്ചിയും നെടുമുടി വേണും ഒക്കെ ചേർന്ന് അഭിനയിച്ച നല്ലൊരു സിനിമയായിരുന്നു. അതിനകത്തിലെ നല്ലൊരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇത് ആലപിച്ചിരിക്കുന്നത് MG ശ്രീകുമാറും സുജാത ചേച്ചിയും ചേർന്നാണ്. ദൂരെ കിഴക്കുതിക്കും മാണിക്യച്ചെമ്പഴുക്ക ഞാനെന്നെടുത്തു വെച്ചേ എൻ്റെ വെറ്റിയിലെത്താം വളത്തിൽ ദൂരെ കിഴക്കുതിക്കും ലല മാണിക്യച്ചെമ്പഴുക്ക. ആ ഗാനം കേട്ടിട്ട് നമുക്ക് ആസ്വദിച്ച് ആഘോഷിച്ച് തിരിച്ചു വരാം. ഓൺ ദ സ്പോട്ടിൽ വിശേഷങ്ങൾ ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട്. സോ ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ലണ്ടൻ മലയാളം റേഡിയോ. കിഴക്കുതിക്കും മാണിക്യച്ചെമ്പഴുക്ക ദൂരെ കിഴക്കുതിക്കും മാണിക്യച്ചെമ്പഴുക്ക ദൂരെ കിഴക്കുതിക്കും മാണിക്യച്ചെമ്പഴുക്ക പാടും കുളിരാവിൽ ഞാൻ അരികിൽ വരാം. പറയൂ മൃദുമീ എന്തു പകരം തരും. ദൂരെ കിഴക്കുതിക്കും മാണിക്യച്ചെമ്പഴുക്ക ദൂരെ കിഴക്കുതിക്കും മാണിക്യച്ചെമ്പഴുക്ക കണ്ണിൽ വിളക്കും വെച്ച്
പിടിച്ച് രാത്രി എന്നെയും കാത്തിരിക്കേ തെക്കേ തൊടിക്കരികിൽ കാലൊച്ച തിരിച്ചറിഞ്ഞോ അരികിൽ വന്നെന്നെ എതിരേറ്റു നീ തുളുനാടൻ പൂമ്പട്ട് വീരിച്ചു വച്ചു മണിമാരൻ തീരാവി എന്തു പകരം തരും നിന്നെ കെട്ടിപ്പിടിച്ചു ഞാൻ ചെന്തള ചുണ്ടത്ത് മുത്തം തരും ഒരു കൃഷ്ണ തുളസിപ്പൂ നുള്ളി മുടിത്തുമ്പിൽ ചാർത്തി തരും ദൂരെ കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്ക ഞാനിന്നെടുത്തു വെച്ചേ വെറ്റില താമ്പാളത്തിൽ ദൂരെ കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്ക ഞാനിന്നെടുത്തു വെച്ചേ എന്റെ വെറ്റില താമ്പാളത്തിൽ ദൂരെ കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്ക ദൂരക്കിഴക്കുതിക്കും മാണിക്യച്ചെമ്പഴുക്ക. 1988 ഈ മാണിക്യച്ചെമ്പഴുക്ക പൂത്തത്. എത്ര മലയാളികളുടെ അടുത്ത് ഈ മാണിക്യച്ചെമ്പഴുക്ക അറിയില്ല എന്ന് ചോദിച്ചാൽ 0 ആൻസർ ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. കാരണം മലയാളിയാണോ ഈ മാണിക്യച്ചെമ്പഴുക്ക അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഒരു പ്രാവശ്യം എന്ന് പറയുന്നത് മിനിമം ആണ്. എന്നാൽ അറ്റ്ലീസ്റ്റ് 10 തവണയെങ്കിലും കാണാത്ത മലയാളികൾ ചുരുക്കമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ചിത്രം, വാത്സല്യം, ആകാശദൂത് എന്നീ തുടങ്ങുന്ന ചിത്രങ്ങളൊക്കെ തന്നെയും മലയാളികളുടെ ഹൃദയത്തിൽ ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കുറേ ചിത്രങ്ങളാണ്. ലാലേട്ടനും രഞ്ജിനി ചേച്ചിയുമായിരുന്നു ചിത്രം എന്ന ഈ സിനിമയിൽ അഭിനയിച്ചതും ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ട് അവിസ്മരണീയമാക്കിയ നല്ലൊരു സിനിമ. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ടോപ്പിക്. സോ വെൽക്കം ബാക്ക്. നമുക്ക് അടുത്ത കാര്യം അറിയണ്ടേ? അടുത്തൊരു ഇൻഫോർമേഷനാണ്. ഞാൻ നിങ്ങളോട് ഈയിടയ്ക്കും പറയണ്ടേ, നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകളൊന്നും തന്നെ അത്ര ശുഭകരമല്ലാത്തതാണെന്ന്. എവിടോട്ട് തിരിഞ്ഞാലും വക്രത, എന്താ പറയുന്നത്, കൊള്ള, കൊലപാതകം ഒക്കെയാണ് നടക്കുന്നത്. സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് നോർത്ത് ഇന്ത്യയോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഉഗാണ്ടയോ സൊമാലിയോ വരെയൊന്നും പോകണ്ട. നമ്മുടെ നാട്ടിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ലജ്ജിക്കൂ കേരളമേ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. സാക്ഷരതയിൽ 100% എന്ന് അവകാശപ്പെടുന്ന നമ്മൾ, ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം നാട്, ഇവിടെയാണ് ഈ കൊള്ളരുതായ്മയൊക്കെ നടക്കുന്നത്. ഇനിയും വല്ല സുരക്ഷയ്ക്ക് വടിയോ കത്തിയോ കുടയൊക്കെ എടുത്തു പോയാൽ അതിലാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അടുത്തിടയ്ക്ക് തന്നെ നമ്മുടെ സ്വന്തം മഞ്ജു ചേച്ചിയുടെ ഒരു പരസ്യചിത്രം നിങ്ങൾ കണ്ടിരുന്നോ? വലിയ പരസ്യ ബ്രാൻഡഡ് കമ്പനികൾ വേണ്ടിയിട്ടല്ല മഞ്ജു ചേച്ചി ആ പരസ്യചിത്രം ചെയ്തിരുന്നത്. സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങൾ ദൈനംദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് കരുത്തേകുവാൻ കേരള പോലീസിന്റെ പിങ്ക് പെട്രോളിനൊപ്പമാണ് നടി മഞ്ജുവിന്റെ പിങ്ക് പെട്രോൾ. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി നഗരങ്ങളിൽ പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംവിധാനമാണ് പിങ്ക് പെട്രോളിംഗ്. കൂടുതൽ സ്ത്രീകൾ എത്തുന്ന സ്ഥലങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുവാനും പൂവാലന്മാരെ പൊക്കുവാനും ഇനി നഗരങ്ങളിൽ പിങ്ക് പെട്രോളിംഗ് ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. വളരെ നല്ലതായൊരു തീരുമാനമാണ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വിജനമായ സ്ഥലത്ത് ഒറ്റയ്ക്കായി പോയാൽ പേടിക്കരുത്. നമ്മൾക്ക് എവിടെയെങ്കിലും പോകണം അല്ലെങ്കിൽ അത്യാവശ്യത്തിന് തനിയെ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് പേടി തോന്നുമല്ലേ? പക്ഷെ പേടിക്കരുത്. കാരണം നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് ഹെൽപ്പ് ലൈൻ 1515 എന്നുള്ള ടോൾ ഫ്രീ നമ്പറിലേക്ക് ഡയൽ ചെയ്താൽ മാത്രം മതി. നമ്മളുടെ ഹെൽപ്പിന് പിങ്ക് പെട്രോൾ എത്തും എന്നാണ് മഞ്ജു ചേച്ചി അതിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമ്മളെല്ലാവരും സേഫ് ആയിട്ടിരിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ കുടുംബം എല്ലാം തന്നെ നമ്മുടെ സമൂഹം സേഫ് ആയിട്ടിരിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് നമുക്കും ഇതിൽ കൈകോർക്കാം. ടോൾ ഫ്രീ നമ്പറായ 1515 നിങ്ങളും ഓർത്തു വെച്ചോളൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും പകർന്നു കൊടുക്കൂ. ഏതായാലും ഇതൊരു പരസ്യവാചകമല്ല, ഓർമ്മപ്പെടുത്തലാണ്. ഇങ്ങനെയാണ് മഞ്ജു ചേച്ചിയും ആ ഒരു വീഡിയോയിൽ പറയുന്നത്. നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് നമുക്കും കൈകോർക്കാം. ഏതായാലും നല്ലൊരു ഗാനം കേൾക്കാം. ഈ ഗാനം ഞാൻ എടുത്തിരിക്കുന്നത് 1991 പുറത്തിറങ്ങിയ അഭിമന്യു എന്ന മലയാളം ചിത്രത്തിൽ നിന്നാണ്. ഈ ചിത്രത്തിൽ പാടിയിരിക്കുന്നത് KS ചിത്രയായിരുന്നു. ഇതിന്റെ ലിറിസിസ്റ്റ് എന്ന് പറയുന്നത് കൈതപ്രം മാഷാണ്. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ രവീന്ദ്രനായിരുന്നു. ഏതായാലും ആ ഒരു ഗാനം ഏതാണെന്ന് ചോദിച്ചാൽ രാമായണക്കാറ്റ് എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടിട്ട് ആസ്വദിച്ച് ആഘോഷിച്ചിരിച്ചു. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. കൂടെ ഞാൻ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ സ്വന്തം മമ്മണിക്കുട്ടി. ബന്ധനങ്ങളിൽ സൗഹൃദ
ശങ്കരമേളങ്ങൾ ആടിത്തിമിർക്കും സിന്ധുവും ഗംഗയും പാടുമ്പോ കാവേരി തീരങ്ങൾ പൂക്കുമ്പോ സ്വരങ്ങളിൽ വരങ്ങളാം പദങ്ങളായി നിറഞ്ഞുവാ രാമായണ കാറ്റേ എൻ നീലാംബരി കാറ്റേ. ഈണത്തിൽ മുങ്ങിത്തുടിച്ചു താളം താളത്തിൽ കൊരിത്തരിച്ചു പൂക്കോലം കെട്ടാൻ വാ പെണ്ണാലേ പൂത്താലം കൊള്ളാൻ വാ പെണ്ണാലേ സ്വരങ്ങളിൽ വരങ്ങളാം പദങ്ങളായി നിറഞ്ഞുവാ രാമായണ കാറ്റേ എൻ നീലാംബരി കാറ്റേ. കുങ്കുമം പെയ്യുമീ വേളയിൽ രാത്രിബന്ധനങ്ങളിൽ സൗഹൃദം പകർന്നു വരൂ രാമായണ കാറ്റേ എൻ നീലാംബരി കാറ്റേ. രാമായണ കാറ്റേ എൻ നീലാംബരി കാറ്റേ. നടന ഹാസ്യരാഗോത്സവം 2017 ലണ്ടനിലെ ഈസ്റ്റർ വിഷു ദിനങ്ങൾ ആഘോഷമാക്കുവാൻ നടന ഹാസ്യരാഗോത്സവം 2017 ഒരുങ്ങുന്നു. D3D4 നിങ്ങൾക്ക് സുപരിചിതരായ ഡാൻസ് ക്രൂ അലിയൻസിന്റെ നൃത്തവിരുന്ന്. ഒപ്പം പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകരായ ശ്രീ പന്തളം ബാലൻ, അഖില ആനന്ദ്, രഞ്ജിത്ത് കണിച്ചിക്കുളങ്ങര, ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം അനൂപ്, മുരളി പുനലൂർ എന്നിവർ നയിക്കുന്ന സംഗീത വിരുന്ന്. ഈസ്റ്റ് ഹാം, വാട്ട്ഫോർഡ്, വോക്കിംഗ്, ലെസ്റ്റർ, ബെൽഫാസ്റ്റ്, ഗ്ലാസ്ഗോ, അയർലൻഡ്, നോർത്തേൺ അയർലൻഡ്, സ്റ്റോക്ക്-ഓൺ-ട്രെന്റ്, സതാംപ്ടൺ എന്നിവിടങ്ങളിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് 7727 253424 7515029819. ഈ കലാമാമാങ്കത്തിലേക്ക് നിങ്ങളേവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. വീണ്ടും എല്ലാവർക്കും തിരിച്ചു വരാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ഞാൻ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ സ്വന്തം അമ്മണിക്കുട്ടി RJ സ്മിതയാണ്. വളരെ മനോഹരമായി നമ്മുടെ ചിത്രചേച്ചി ആലപിച്ച അഭിമന്യു എന്ന ചിത്രത്തിൽ 1991 ഈ ചിത്രം പുറത്തിറങ്ങിയത്. അപ്പോൾ രാമായണക്കാറ്റ് എന്ന് തുടങ്ങുന്ന ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. എത്ര മനോഹരമായിട്ടാണല്ലേ ചിത്രചേച്ചി ആലപിച്ചേക്കുന്ന ആ ഒരു ഗാനം. പ്രത്യേകിച്ച് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു സിനിമയിലുണ്ടെങ്കിൽ പിന്നെ പറയണോ. അഭിമന്യു എന്ന ചിത്രത്തിൻ്റെ കഥാവൃത്തം എന്തായതെന്ന് ചോദിച്ചാൽ, വളരെ പാവപ്പെട്ട വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരന് മുംബൈ അധോലോകത്തിൽ എത്തിപ്പെടുകയും അവിടെ ഒരു ഡോണായി മാറുകയും ചെയ്യുന്ന ഒരു ചിത്രമായിരുന്നു. അതിൻ്റെ ഒരു കഥയായിരുന്നു ഇത് പറഞ്ഞിരുന്നത്. അപ്പോൾ ഏതായാലും മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ടോപ്പിക്, ഞാൻ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണല്ലേ. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ചിത്രം, വന്ദനം, മിന്നാരം ഒക്കെ ആയിരിക്കും. ഈ 3 ചിത്രങ്ങൾക്കും ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ക്ലൈമാക്സിൽ നമ്മൾ കരഞ്ഞ് അത് ഇന്നും നമ്മൾ കരയുന്ന ഒരു ചിത്രങ്ങളാണ് ഈ 3 എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും വിഷമം തോന്നിയ അല്ലെങ്കിൽ ക്ലൈമാക്സ് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത ഈ 3 എണ്ണത്തിൽ ഏറ്റവും സഹിക്കാൻ പറ്റാത്ത ക്ലൈമാക്സ് ഏതിൻ്റെ ആയിരുന്നു? ചിത്രമാണ് എന്നുണ്ടെങ്കിൽ A എന്ന് ടൈപ്പ് ചെയ്യണം, വന്ദനമാണെന്നുണ്ടെങ്കിൽ B എന്ന് ടൈപ്പ് ചെയ്യണം, മിന്നാരമാണെന്നുണ്ടെങ്കിൽ C എന്ന് ടൈപ്പ് ചെയ്യണം. ഇനി എങ്ങോട്ട് ടൈപ്പ് ചെയ്യുന്നതാണെന്നാണോ? ഞാൻ ഇന്ന് തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി. നോക്കട്ടെ എത്ര പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക്
ഏത് ചിത്രമാണോ ക്ലൈമാക്സ് വിഷമിപ്പിച്ചതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ചിത്രത്തെ നമുക്ക് അങ്ങ് വിജയമായിട്ട് പ്രഖ്യാപിക്കാം അല്ലേ. അപ്പോൾ ഏതായാലും യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നമുക്ക് നല്ലൊരു ഗാനം കേൾക്കാം. ഈ ഗാനം ഞാൻ എടുത്തിരിക്കുന്നത് മിന്നാരം എന്ന സിനിമയിൽ നിന്നാണ്. കാരണം മിന്നാരമാണ് എൻ്റെ ക്ലൈമാക്സ് ഏറ്റവും കൂടുതൽ ഇതിൽ വേദനിപ്പിച്ചത്. തളിരണിഞ്ഞൊരു അങ്ങനെ തുടങ്ങുന്ന ആ ഗാനമാണ്. ഇത് പാടിയിരിക്കുന്നത് നമ്മുടെ ചിത്രചേച്ചിയും എം ജി ശ്രീകുമാറുമായിരുന്നു. ഇതിൻ്റെ ലിറിസിസ്റ്റ് എന്ന് പറയുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയുടെയും ഷിബു ചക്രവർത്തിയുടെയുമാണ്. ഇതിൻ്റെ മ്യൂസീഷ്യൻ SP വെങ്കടേഷ് ആയിരുന്നു. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1994 ഏതായാലും ആ സ്ഥിതിക്ക് ആഘോഷിക്കൂ ലണ്ടൻ മലയാളം വീഡിയോ. ഈ ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. തളിരണിഞ്ഞൊരു കിളിമരത്തിലെ കണിമലരേവാ പൂക്കാലം പൂക്കാലം വെയിലുദിക്കുന്ന വഴിയരികത്ത് തണലൊരുക്കാൻ വാ ആലോലം താലോലം ഒരു തരി കുങ്കുമവും കുനുമണി ചന്ദനവും പൊൽത്താലത്തിലെ പൊന്നാണ്യങ്ങളും പൂമാല്യങ്ങളും താ തന്നാനം തന്നാനം ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കുരുന്നേവാ പുന്നാരം പുന്നാരം കുറുമ്പുറങ്ങുമി കുരുന്നു ചുണ്ടത്തെ മണിപ്പതക്കം താ അമ്മാനം അമ്മാനം കുഞ്ഞിക്കുളിരമ്പിളിയേ ചെല്ലച്ചെറു കുമ്പിളിലെ മമ്മമ്മുണ്ട് മിന്നാരം കണ്ട് മിന്നാ മിന്നിയായി വാ വാവാവോ വാവാവോ ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കുരുന്നേവാ പുന്നാരം പുന്നാരം ചാന്തും കൊണ്ടേ തിരുമുടി പൂവും കൊണ്ടേ ഇളവയിൽ നാളം പോൽ നീ എന്നെ പുൽകാൻ വാ കുന്നിക്കൊരു കുത്തിയായി നല്ല മഞ്ഞക്കണിക്കൊന്നയായി താമരപ്പൂ വരുമ്പായി നല്ല തങ്കക്കിനാവൊളിയായി മെല്ലെ നല്ലോലത്തളിരൂഞ്ഞാലാടുന്ന കുഞ്ഞാറ്റക്കിളിയായി ആലോലം താലോലം ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കുരുന്നേവാ പുന്നാരം പുന്നാരം കുറുമ്പുറങ്ങുമി കുരുന്നു ചുണ്ടത്തെ മണിപ്പതക്കം താ അമ്മാനം അമ്മാനം കയ്യാൽ മെല്ലെ കുറുനിറമാടും നേരം കുനുകുനെ മിന്നിയോ സ്വപ്നമാം മന്ദാരം പാടിത്തുടിച്ചിടുമ്പോൾ മെയ് വാടിത്തളർന്നിടുമ്പോൾ മേലെ മഞ്ചാടിക്കുരു കുന്നോരത്തൊരു ചിന്തൂരക്കതിരായി ആലോലം താലോലം ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കുരുന്നേവാ
പുന്നാരം പുന്നാരം കുറുമ്പുറങ്ങുമി കുരുന്നു ചുണ്ടത്തെ മണിപ്പതക്കം താ അമ്മാനം അമ്മാനം കുഞ്ഞിക്കുളിരമ്പിളിയേ ചെല്ലച്ചെറു കുമ്പിളിലെ മമ്മമ്മുണ്ട് മിന്നാരം കണ്ട് മിന്നാ മിന്നിയായി വാ വാവാവോ വാവാവോ രാരീരോ രാരീരോ ആസ്വദിക്കൂ ഓരോ നിമിഷവും ലണ്ടൻ മലയാളം റേഡിയോയ്ക്കൊപ്പം. തളിരണിഞ്ഞൊരു കിളിമരത്തിലെ കണിമലരേവാ മിന്നാരം മിന്നാരം. 1994 പുറത്തിറങ്ങിയ മിന്നാരം എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടതും ആസ്വദിച്ചതും ആഘോഷിച്ചതും. ആസ്വാദനത്തിന്റെയും ആഘോഷത്തിന്റെയും ലഹരിയൊക്കെ ഒട്ടും കുറയ്ക്കേണ്ട. കാരണം ഇനി നമ്മൾ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ കേൾക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് കുറച്ച് ലഹരിയൊക്കെ വേണ്ടുന്ന കാര്യം തന്നെയാണ്. എന്താണെന്നാണോ? കേൾക്കാം. അതിനു മുമ്പ് എല്ലാവരും തിരിച്ചു വരൂ. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. നിങ്ങൾക്കൊപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം മമ്മണിക്കുട്ടി RJ സ്മിതയാണ്. അടുത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാലേ, സംസ്ഥാനത്തെ ഇനി മുതൽ കൊക്കക്കോള പെപ്സി പാനീയങ്ങൾ പൂർണ്ണമായിട്ടും ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായിട്ട് വ്യാപാരികൾ ബുധനാഴ്ച കൂടിക്കാഴ്ച നടത്തി എന്നൊക്കെയാണ് കേൾക്കാൻ കഴിഞ്ഞത്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇതൊക്കെ സംഭവിച്ചിട്ട് 1-2 ആഴ്ചയായപ്പോൾ നമുക്ക് ഇരിക്കപ്പുറത്തെ ഇല്ലാതായി. കാരണം നമ്മളിവിടെ പെപ്സിയും കൊക്കക്കോളയൊക്കെ ഇങ്ങനെ കുടിച്ച് അർമാദിച്ച് നമ്മുടെ സ്വന്തം, അതായത് പ്രകൃതി നമുക്ക് തരുന്ന ജലത്തിനെ നമ്മൾ ചൂഷണം ചെയ്യുമ്പോൾ അയൽ സംസ്ഥാനത്തിന് ബുദ്ധി ഉദിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ? അല്ലേ? അങ്ങനെ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യാപാരികളും കൂട്ടമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ അവരെന്താ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ജലചൂഷണം തടയുക, സ്വദേശ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയൊക്കെയാണ് ഈ തീരുമാനം നമ്മുടെ നാട്ടിലും വ്യാപാരികൾ എടുത്തിരിക്കുന്നത് എന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. കടുത്ത വരൾച്ചയും ജലക്ഷാമവും രൂക്ഷമായ സാഹചര്യത്തിലാണ് ജലമൂറ്റുന്ന കമ്പനികൾക്കെതിരെ വ്യാപാരികൾ രംഗത്തെത്തിയിരിക്കുന്നത്. കേരളത്തിലെ 7 ലക്ഷം വ്യാപാരികളാണ് കൊക്കക്കോള പെപ്സി വിൽപ്പനകൾ അവസാനിപ്പിക്കുന്നത്. പകരം ഇനി അവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? നാടൻ പാനീയങ്ങൾ വിൽക്കാനാണ് തീരുമാനം. വളരെ 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 നല്ല കാര്യം അല്ലേ? ഏതായാലും ബുദ്ധിയൊക്കെ ഉദിച്ചല്ലോ അല്ലേ? കിഡ്നിയൊക്കെ തലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അവർ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. നമുക്കതിനി കിഡ്നിയൊക്കെ പ്രവർത്തിക്കാൻ ഇരിക്കേണ്ടത്. കാരണം ഇനി ഇതൊക്കെ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ എതിരൊരു സമരത്തിനൊന്നും തുടങ്ങരുത് പ്ലീസ്. അത്രയെങ്കിലും ബുദ്ധി നമ്മൾ കാണിക്കണം. നല്ലൊരു ഗാനം ഏതായാലും നമ്മൾ കേൾക്കാം. ഈ ഗാനം ഞാൻ എടുത്തിരിക്കുന്ന പഴയകാല ചിത്രമായ മൂടൽമഞ്ഞ് എന്ന ചിത്രത്തിൽ നിന്നാണ്. ഇത് പാടിയത് നമ്മുടെ സ്വന്തം ജാനകിയമ്മയായിരുന്നു. ഇതിൻ്റെ മ്യൂസിക് പകർന്നത് ഉഷാ ഖന്നയാണ്. ഇതിൻ്റെ ലിറിക്സ് എന്ന് പറയുന്നത് P. ഭാസ്കരൻ മാഷിൻ്റെ ആയിരുന്നു. മാനസ മണി വേണുവേൽ എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. നിങ്ങൾക്കൊപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം മമ്മണിക്കുട്ടി RJ സ്മിത. Da
കേൾക്കാൻ കാതോർത്തിരിക്കുന്ന നല്ല ഗാനങ്ങൾ, കേട്ടാലും മതി വരാത്ത മധുരഗാനങ്ങൾ. നിറം കണ്ടോടി വന്നു മാണിക്യത്തമ്പാട്ടി, പുരവിളക്കായി പൂത്തു നിന്നു മാണിക്യത്തമ്പാട്ടി. നിങ്ങൾ ആവശ്യപ്പെടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട മധുരഗാനങ്ങളുമായി ഹൃദയരാഗം. കറുകവയൽ കുരുവി, മുറിവാളൻ കുരുവി, മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി, അല്ലിയാമ്പ പൂവിനെ തൊട്ടുണർത്തി, ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി, നിറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി, ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം, ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം, ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ആയർ പെൺകിടാവേ നിൻ പാൽക്കുടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു, ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി, ഒരു മിന്നാ
ലോകം ആനന്ദ നൃത്തമാർന്നു ആലോലം ആനന്ദ നൃത്തമാർന്നു മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നിറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. ഇത് ലണ്ടൻ മലയാളം റേഡിയോ, നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ സ്വന്തം മമ്മിണിക്കുട്ടി RJ സ്മിതയാണ്. അടുത്ത കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നില്ലേ? ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഏത് ചിത്രത്തിലെ ക്ലൈമാക്സ് ആണ് നിങ്ങളെ കൂടുതൽ വേദനിപ്പിച്ചതെന്ന്. എനിക്ക് കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത്, ഞാൻ കൗണ്ട് ചെയ്ത് നോക്കിയിട്ട് മിന്നാരത്തിനാണ്. എൻ്റെയും ഏറ്റവും കരയിപ്പിച്ച സിനിമ അത് തന്നെയാണ്. അപ്പോൾ ഏതായാലും മിന്നാരത്തിന് നമ്മൾക്ക് വിജയമായിട്ട് പ്രഖ്യാപിക്കാം. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ടോപ്പിക്. എന്താണെന്ന് ചോദിച്ചാൽ നല്ലൊരു കാര്യം തന്നെയാണ്, പക്ഷേ കുറച്ച് വേദനയുമുണ്ട്. കുറച്ചല്ല, ഒരുപാട് വേദനയുണ്ട്. പക്ഷേ നല്ലൊരു കാര്യം ഈ ഒരു സംരംഭത്തിലൂടെ നടന്നതുകൊണ്ട് നമുക്കതിനെ നല്ലൊരു കാര്യം തന്നെ വിളിക്കാം. എന്താണെന്ന് ചോദിച്ചാൽ ഇത് നടന്നത് സൂറത്തിലാണ്. അവയവദാനം മഹാദാനം എന്നുള്ളത് കേട്ടിരിക്കുമല്ലോ. അവയവദാനം വഴി 3.5 വയസ്സുകാരി മറ്റു 3 കുട്ടികൾക്കാണ് ജീവനേകിയത്. ഡിസ ഗോൾവാലയാണ് കണ്ണും വൃക്കയും കരളും പറിച്ചു നൽകി 3 കുട്ടികൾക്ക് പുതുജീവൻ നൽകിയത്. മകളുടെ അവയവങ്ങൾ ദാനം ചെയ്യുവാൻ രക്ഷിതാക്കളാണ് മുന്നിട്ടിറങ്ങിയത്. കടുത്ത ഛർദിലിനെ തുടർന്ന് മാർച്ച് 11 കുട്ടിയെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നില വഷളായതിനെ തുടർന്ന് കുഞ്ഞിനെ കുട്ടികളുടെ ICUയിലേക്ക് മാറ്റിയെങ്കിലും അബോധാവസ്ഥയിലായ കുഞ്ഞിന്റെ മസ്തിഷ്ക മരണം സംഭവിച്ചതായി ഡോക്ടർ നിഖിൽ പട്ടേൽ പറഞ്ഞിരുന്നു. മകളിലൂടെ 3 കുഞ്ഞുങ്ങൾ ജീവിക്കട്ടെ എന്നുള്ള രക്ഷിതാക്കളുടെ തീരുമാനമായിരുന്നു ഈ ഒരു മഹത്തായ ദാനത്തിന് പിന്നിൽ. തുടർന്ന് ഡിസയുടെ പിതാവും ബാങ്ക് ഉദ്യോഗസ്ഥനുമായ ഉർവിഷ്, ഭാര്യ വിശ്വ എന്നിവർ കുഞ്ഞിന്റെ അവയവം ദാനം ചെയ്യുവാൻ തീരുമാനിക്കുകയായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കിഡ്നി ഡിസീസ് ആൻഡ് റിസർച്ച് സെന്ററിലെ ഡോക്ടർമാർ വൃക്കയും കരളും സ്വീകരിച്ചു. ലോക് ഡസ്ത്രി ചക്ഷു ബാങ്കിലെ പ്രഫുൽ ഷിറോയ കണ്ണുകളും സ്വീകരിച്ചു. റിത്യ ദേശായി, ഗോകുലേഷ് എന്നിവർക്ക് വൃക്കയും ശ്രേയ പട്ടേൽ കരളും മാറ്റിവെച്ച് സ്വീകരിച്ചു. കണ്ണുകൾ കൊടുക്കാനുള്ള കുട്ടികളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഏതായാലും വളരെ വളരെ നല്ലൊരു കാര്യമാണ്. ഈ കുഞ്ഞിന് സ്വർഗം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ കുഞ്ഞുമാവയ്ക്കും ആ മാതാപിതാക്കൾക്കും അർഹതപ്പെട്ടതാണ്. നല്ലൊരു ഗാനം കേൾക്കാം. ഈ ഗാനം എന്ന് പറയുന്നത് 2000 പുറത്തിറങ്ങിയത്. എന്നാൽ ഇതൊരു സിനിമാ ഗാനമല്ല, ഇതൊരു പോപ്പ് ജനറിക് ഗാനമാണ്. ഇതൊരു ആൽബം ഗാനമായിരുന്നു. ബോംബെ വൈക്കിങ്സ് എന്നുള്ള ട്രൂപ്പിനെ പറ്റി നമ്മൾ ഇന്ത്യക്കാർക്ക് അറിയാതിരിക്കാൻ ചാൻസേ ഇല്ല. കാരണം അവരുടെ പാട്ടുകളൊക്കെ ആ സമയത്ത് വളരെ വളരെ ഹിറ്റായിരുന്നു. ഞാനൊക്കെ എൻ്റെ ടീനേജിൽ ഒരുപാട് ആസ്വദിച്ച ഒരു ഗാനമാണിത്. ഏതായാലും വോ ചെല്ലി എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ, നിങ്ങളുടെ കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം മമ്മിണിക്കുട്ടി RJ സ്മിതയാണ്. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. उसे रोके न कोई, वो चाहिए ना 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 मेरी जा, देखो जाना ना वहाँ कोई प्यार का लुटेरा लूटे ना मेरी जान. वो चली she's found the love that's real, now her wounded heart is healed. Finally वो चली leaving all her tears behind, only love's on her mind. Finally though she tried, but she can't hide all her joy wrapped up inside. She can't wait to reveal and tell you how she feels. Well, this time it feels so right. There'll be no more lonesome nights. Good times are here to stay. Love will shine on every day. What chali, she's found the love that's real. Now her wounded heart is healed. Finally, what chali, leaving all her tears behind. Only love's on her mind. Finally. In my heart there is some pain. Don't ask me why, I can't explain. Maybe I didn't love her
other side of town. Her love is waiting home, and she's waving me goodbye. I think my heart is gonna cry. वो चली देखो प्यार की गली, उसे रोके ना कोई. वो चली ना 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 मेरी जान, देखो जाना ना वहाँ, कोई प्यार का लुटेरा लूटे ना. वो चली she's found the love that's real. Now her wounded heart is healed. Finally वो चली leaving all her dreams behind. Only love's on her mind. Finally वो चली there she goes, my she's there. Love that's real. Now her feels. Finally वो चली yeah. All her dreams behind. Only love's on her mind. Finally ഇതാ ലണ്ടൻ മലയാളം റേഡിയോയിൽ ഹിന്ദി ഗാനങ്ങൾ കോർത്തിണക്കിയ ഒരു പുതിയ ഗീതോപഹാരം മെഹഫിൽ. प्यार करते हैं तुमको सनम, न जाने मेरे दिल को क्या हो गया, अभी तो यही था अभी खो गया. मंजिले रुसवा है, खोया है रास्ता. तेरे बिना बेसुमादी रतिया ओ सजना. पर्दे पर चाहे गुजरे जमाने के हो या फिर हो नए जमाने के, आपके चहेते कलाकार, गायक, निर्देशक, संगीतकार, उन सभी पर आधारित होगा ये प्रोग्राम महफिल. तो फिर खूब सजेगी ये महफिल जब मैं बैठेंगे हमारा इस गाने की महफिल में. ഹിന്ദി ചലച്ചിത്ര ലോകത്തെ അതുല്യ പ്രതിഭകളുടെ അനശ്വര കലാസൃഷ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് മെഹഫിൽ. ഈ മെഹഫിലിൽ നിങ്ങൾക്കൊപ്പം ചേരുന്നു ഞാൻ RJ അനി. तो एक चाक गरीबा सिया. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ 9 മണി വരെ മെഹഫിൽ കേൾക്കാൻ മറക്കില്ലല്ലോ. चाक गरीबा सिया सिया सिया. वो चली देखो प्यार की गली, उसे रोके ना कोई. वो चली നന്നന്നാ മേരി ജാൻ. ഞാനത് പാടിക്കൊള്ളാക്കുന്നില്ല. ബോംബെ വാക്കിങ്സിന്റെ പോപ്പ് ജനറലിൽപ്പെട്ട നല്ലൊരു ഗാനമായിരുന്നു ഇത്. 2000 ഈ ഗാനം പുറത്തിറങ്ങിയത്. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെയൊക്കെ ടീനേജ് സമയത്ത്. അയ്യോ, അന്ന് വാക്ക്മാനാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ CD പ്ലെയർ വന്നത്. അതും കഴിഞ്ഞിട്ടാണ് ഈ iPad, iPhone അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നത്. ഏതായാലും എൻ്റെ ടീനേജ് ലൈഫിൽ ഞാൻ ആ വാക്ക്മാനിൽ കൂടെ കേട്ട പാട്ടുകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗാനം തന്നെയാണിത്. കാരണം ആ സമയത്താണ് ഈ ഗാനം റിലീസ് ചെയ്തതും. അന്ന് ഹോസ്റ്റൽ ലൈഫും ട്രെയിനിലും ബസ്സിലുമൊക്കെ പോകുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, ഈ ഒരു വാക്ക്മാൻ എടുത്ത് കാതിലോട്ട് കുത്തുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ, ഈ വേൾഡ് മുഴുവൻ അങ്ങ് കോൺകർ ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ്. അതൊന്നും പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്കുണ്ടോ മനസ്സിലാവുന്നു? മോളെ വാക്ക്മാൻ എന്ന് പറഞ്ഞാൽ ചോദിക്കും, അമ്മേ എന്താണ് ഈ വാക്ക്മാൻ എന്ന്. ഏതായാലും അതിൻ്റെ ഒരു പിക്ചറെങ്കിലും എടുത്ത് മക്കളെയൊക്കെ കാണിക്കണം കേട്ടോ. ഇനി അടുത്ത കാര്യം കേൾക്കണ്ടേ? അടുത്ത കാര്യം കേൾക്കണമെങ്കിൽ എല്ലാവരും ഒന്ന് തിരിച്ചു വന്നേ. ഇത് ലണ്ടൻ മലയാളം റേഡിയോ, നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ സ്വന്തം മമ്മണിക്കുട്ടി RJ സ്മിതയാണ്. ഇനി നിങ്ങളോട് ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും പുറത്തൊക്കെ യാത്രയിലൊക്കെ പോകാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. നമ്മളിങ്ങനെ പുറത്ത് പോകുമ്പോൾ ദാഹമുണ്ടാവാറല്ലോ അല്ലേ? അപ്പോൾ ഈ ദാഹമുണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും കൂടെ വെള്ളം കൊണ്ട് നടക്കാറുണ്ടോ? അതൊക്കെ ബുദ്ധിമുട്ടാണ് എൻ്റെ അമ്മണിക്കുട്ടിയെ. വീട്ടിൽ നിന്നൊക്കെ വെള്ളം ചുമന്നുകൊണ്ട് പോകാമെന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ തന്നെ ബാഗിന് വെയിറ്റാണ്. വഴിയിലൊക്കെ വെള്ളം കിട്ടുമ്പോൾ നമ്മൾ എന്തിനാ ഈ വീട്ടിൽ നിന്ന് ചുമന്നുകൊണ്ട് പോകുന്നതല്ലേ? എവിടെ കിട്ടും വെള്ളം?
റെയിൽവേ സ്റ്റേഷനിൽ കിട്ടും, ബസ് സ്റ്റാൻഡിൽ കിട്ടും, അങ്ങനെ കാണുന്നിടത്തൊക്കെ എന്ത് മാടക്കടയിൽ ഇപ്പോൾ വെള്ളം കിട്ടും. 1 ലിറ്റർ വെള്ളത്തിന് എത്ര രൂപയാണ് നിങ്ങൾ മുടക്കുന്നത്? 12 രൂപയാണോ? അല്ല 12ഒക്കെ മാറിപ്പോയി എൻ്റെ അമ്മണിക്കുട്ടി, ഇപ്പോൾ 15 രൂപയാണ്. ശരി, 15 രൂപയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിൽ കിണറുണ്ടാവുമല്ലോ, ഇനി ഇല്ലെങ്കിൽ തന്നെ വാട്ടർ ടാങ്ക് ഉണ്ടാവുമല്ലോ, എവിടെന്നെങ്കിലുമൊക്കെ വെള്ളം അടിച്ചിട്ട്. ഈ വാട്ടർ ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും ഒരു ദിവസം? എൻ്റെ വീട്ടിൽ സാധാരണ 1000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കാണുള്ളത്. ദിവസം ഒരു തവണ എൻ്റെ കിണറ്റിൽ നിന്ന് പമ്പ് ചെയ്ത് 1000 ലിറ്റർ വെള്ളമാണ് എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതായത് ഒരു ദിവസം 1000 ഇൻറ്റു ഈ 15,000 രൂപയുടെ വെള്ളമാണ് ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ നോക്കുകയാണെങ്കിലേ ഒരു മാസത്തേക്കിന് 4.5 ലക്ഷം രൂപയുടെ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കുളിക്കാൻ മറ്റാവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അയ്യോ, ഇതൊക്കെ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? ചിന്തിക്കണം. ഭൂമിയിൽ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നാം അതൊന്നും മറന്ന് ജീവിക്കരുത് മനുഷ്യ. കാരണം ഹൗ പ്രിവിലേജ്ഡ് വി ആർ, ബ്ലെസ്ഡ് വിത്ത് നാച്ചുറൽ ഡ്രിങ്കിങ് വാട്ടർ. പക്ഷെ ഇതൊന്നും നമ്മൾ അറിയാതെയാണ് ഈ കിടന്ന് അഹങ്കരിക്കുന്നതും നിഗളിക്കുന്നതൊക്കെ. ഏതായാലും നല്ലൊരു ഗാനം തന്നെ നമുക്ക് കേൾക്കാം. ഈ ഗാനം ഞാൻ എടുത്തിരിക്കുന്നത് പഴയകാല ചിത്രമായ ജീസസ് എന്ന ചിത്രത്തിൽ നിന്നാണ്. എൻ്റെ മുന്തിരിച്ചാറിനോ എന്ന് തുടങ്ങുന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് LR ഈശ്വരിയായിരുന്നു. ഏതായാലും ആസ്വദിച്ച് ആഘോഷിച്ച് തിരിച്ചു വരൂ. ഞാൻ ഇവിടെ തന്നെ കാണും, നിങ്ങളുടെ സ്വന്തം അമ്മണിക്കുട്ടി. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദി സ്പോട്ട്. എന്റെ മുന്തിരിച്ചാറിനോ, എന്റെ പുഞ്ചിരിപ്പാലിനോ, എന്റെ മുന്തിരിച്ചാറിനോ, എന്റെ പുഞ്ചിരിപ്പാലിനോ, ഏതിനാണധികം മധുരമോ, ഏതിനാണാനന്ദലഹരി, ഏതിനാണധികം മധുരമോ, ഏതിനാണാനന്ദലഹരി, ലഹരി 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 ലഹരി
பிடிச்ச தமிழ் பாடல்களை இப்போ நீங்க உங்க சொந்தம் லண்டன் மலையாளம் ரேடியோல திரைத்தென்றல் நிகழ்ச்சியில கேட்கலாம். திரைத்தென்றல் நிகழ்ச்சியில நீங்க உங்க ஃப்ரெண்ட்ஸ் ஃபேமிலிக்கு பர்த்டே இல்ல ஆனிவர்சரி விஷஸ் சொல்லலாம். அண்ட் அவங்களுக்கு பிடிச்ச சாங் கூட டெடிகேட் பண்ணலாம். நீ பாதி நான் பாதி கண்ணே, அருகில் நீ இன்றி தூங்காது கண்ணே, காத்தோடு மலராட காற்குடலாட காதோரம் லோலாக்கு சங்கதி பாட. நான் உங்க ஆஜி அனுகிருஷ்ணா. உங்களுக்கு பிடிச்ச தமிழ் பாடல்களோடு உங்களுடன் இணைந்திருப்பேன் திரைத்தென்றல் நிகழ்ச்சி மூலமா. வியாழந்தோறும் இரவு 8 வரைக்கும் திரைத்தென்றல். தென்றலை ரசிக்கும் போது பல நினைவுகள் வர்ற மாதிரி உங்களுக்கு மகிழ்ச்சி தர வருகிறது திரைத்தென்றல். എന്റെ മുന്തിരിച്ചാറിനോ എന്റെ പുഞ്ചിരിപ്പാലിനോ. ജീസസ് എന്ന പഴയകാല ചിത്രത്തിലെ എൽ.ആർ. ഈശ്വരി മേഡം ആലപിച്ച നല്ലൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പം നല്ലൊരു ഗാനം നിങ്ങളിങ്ങനെ ആസ്വദിച്ചില്ലേ? അതുകൊണ്ട് അടുത്ത കാര്യം കേൾക്കണ്ടേ? സോ തിരിച്ചു വരാം. ഇതിൽ ലണ്ടൻ മലയാളം റേഡിയോ. നിങ്ങൾക്കൊപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്മിണിക്കുട്ടി ആർ.ജെ. സ്മിതയാണ്. ഇനി നിങ്ങളോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ വളരെ 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 സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യനാണ്. എന്താണെന്നോ? കാട്ടിലെ ഏറ്റവും വലിയ മൃഗം ഏതാണ്? ഏറ്റവും വലിയ മൃഗം. ഒരു സംശയം വേണ്ട എൻ്റെ അമ്മിണിക്കുട്ടി, അത് ആന തന്നെയാണ്. ശരി, ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, കാട്ടിലെ ഏറ്റവും നീളം കൂടിയ മൃഗം ഏതാണ്? അത് നമ്മുടെ ജിറാഫ് അല്ലേ? അതേ കോവാലേട്ടാ, ജിറാഫ് തന്നെയാണ്. 2 പോയിന്റ് ഉണ്ട് കേട്ടോ. കാട്ടിലെ ഏറ്റവും ബുദ്ധിയുണ്ട് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മൃഗം ഏതാണ്? അത് ഒരു സംശയം വേണ്ട എൻ്റെ അമ്മിണിക്കുട്ടി, ചെന്നായല്ലേ പഹയൻ? അയ്യോ എൻ്റെ ഖദീജക്ക, അത് കറക്റ്റാട്ടോ, ചെന്നായി തന്നെയാണ്. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, കാട്ടിൽ ഏറ്റവും വേഗത്തിൽ ഓടുന്നു എന്ന് പറയപ്പെടുന്ന മൃഗം ഏതാണ്? ചീത്തപ്പുലി അല്ലേ? അല്ലേ? അതേലോ, ചീത്തപ്പുലി തന്നെയാണ്. സോ ഈ ഇത്രയും കാറ്റഗറിയിൽ നമ്മൾ പറഞ്ഞിട്ടും ഇവയിലെങ്ങും സിംഹം വരുന്നില്ലല്ലോ. പക്ഷെ കാട്ടിലെ രാജാവാരാണ്? എല്ലാവരും എനിക്ക് പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ട്, സിംഹമാണെന്ന്. ഈ കാറ്റഗറിയിൽ എങ്ങും സിംഹം വരുന്നില്ല. ഏറ്റവും വലിയ മൃഗമല്ല, ഏറ്റവും നീളം കൂടിയ മൃഗമല്ല, ഏറ്റവും ഫാസ്റ്റായി ഓടുന്ന മൃഗമല്ല, ഏറ്റവും വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ കണ്ണിങ് ആയിട്ടുള്ള മൃഗവുമല്ല. എന്നാൽ കൂർമ്മബുദ്ധിയും നീളക്കൂടുതലും വലിപ്പ കൂടുതലും ഒന്നുമില്ലാത്ത നമ്മുടെ ഈ സിംഹം എങ്ങനെയാണ് കാട്ടിലെ രാജാവായത്? നിങ്ങൾ ആരെങ്കിലും അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അയ്യോ അമ്മിണിക്കുട്ടി, ഇതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല അല്ലേ? എന്നാലേ ഒരു സംശയവും വേണ്ട, സിംഹമാണ് കാട്ടിലെ ഏറ്റവും കറേജിയസ് ആയിട്ടുള്ള ആനിമൽ, ഏറ്റവും ധൈര്യശാലിയായ, ഏറ്റവും ധൈര്യമുള്ള ആനിമൽ, മൃഗം. വലിയവനായ ആന എൻ്റെ മുന്നിൽ വന്നാലും അവൻ്റെ മസ്തിഷ്കം തകർക്കാനുള്ള കറേജ്, ധൈര്യം എനിക്കുണ്ട്. നീളം കൂടി ജിറാഫ് വന്നോട്ടെ, ഒരു നിമിഷം കൊണ്ട് അവനെ നിലം പതിപ്പിക്കാനുള്ള കറേജ്, ധൈര്യം എനിക്കുണ്ട്. കണ്ണിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുണ്ട്, കൂർമ്മ ബുദ്ധിയുണ്ടെന്ന് പറയുന്ന ചെന്നായ പോലും എൻ്റെ അനുയായിയാണ്. ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് ഓടുന്ന ചീത്തപ്പുലി വന്നോട്ടെ, പക്ഷേ അതിനെ പോലും എൻ്റെ പിൻപിലാക്കാൻ എനിക്ക് കഴിയും. അത്രയും ധൈര്യം എനിക്കുണ്ട്. ഇത്രയൊക്കെ ക്വാളിറ്റിയുള്ള എന്നെയല്ലേ കാട്ടിലെ രാജാവാക്കേണ്ടത്? ഇത് സിംഹം പറയുന്നതാണ് കേട്ടോ. കറക്റ്റ് അല്ലേ? ചിന്തിച്ചു നോക്കിക്കോളൂ. നമ്മൾക്ക് ഓരോ പോരായ്മകൾ വരുമ്പോഴും വീണു പോകുന്നത് നമ്മൾക്ക് അത് സഹജമാണ്, അങ്ങനെ സംഭവിക്കാവുന്നതാണ്. പക്ഷേ വീണു പോകുന്നിടത്തു നിന്നും എഴുന്നേറ്റില്ല എന്നുണ്ടെങ്കിലാണ് തോൽവി സംഭവിക്കുന്നത്. എഴുന്നേൽക്കുവാണെങ്കിൽ അത് നിങ്ങളുടെ വിജയമായിരിക്കും, നിങ്ങളുടെ ധൈര്യമായിരിക്കും. അപ്പോൾ ലൈഫിൽ നമുക്ക് എന്തെല്ലാം പ്രോബ്ലംസ് വരുമ്പോഴും അതിനെ ഫേസ് ചെയ്യുക, കറേജിയസ് ആയിട്ടോട് എനിക്ക് കഴിയും, എൻ്റെ ലൈഫാണ്, ഞാനാണ് റൂൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ക്വീൻ, ഏറ്റവും വലിയ രാജാവ്, ഏറ്റവും വലിയ രാജ്ഞി. ഏതായാലും നല്ലൊരു ഗാനം കേട്ടിട്ട് നമുക്ക് ടാറ്റ ബൈ ബൈ പറയാം. കാരണം എനിക്ക് പോകാനുള്ള നേരമായി. ഇനി അടുത്ത ആഴ്ച അപ്പോൾ കാണാം. നല്ലൊരു ഗാനം നിങ്ങളെ തേടി വരുന്നുണ്ട്. ഏത് ഗാനമാണെന്ന് ചോദിച്ചാൽ 6 എന്നുള്ള തമിഴ് സിനിമയിൽ നിന്നാണ് ഞാൻ ഈ ഗാനം എടുത്തിരിക്കുന്നത്. നെഞ്ചം എന്നും ഊരിനിലെ എന്ന് തുടങ്ങുന്ന ഈ ഗാനം ആലപിച്ചത് ശ്രീനിവാസും കൽപ്പനയും ചേർന്നായിരുന്നു. ഇതിൽ അഭിനയിച്ചത് നമ്മുടെ സ്വന്തം സൂര്യയും തൃശ്യയുമാണ്. ഇതിൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്തത് ദേവിശ്രീ പ്രസാദ് ആയിരുന്നു. ഏതായാലും അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഈ ഗാനം ആസ്വദിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രോഗ്രാമും വരുന്നുണ്ട്. 24/7 ഞങ്ങൾ അവൈലബിൾ ആണ്. സോ ആസ്വദിച്ച് ആഘോഷിച്ച് അടുത്ത പ്രോഗ്രാമും കേട്ടോളൂ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ.
നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞങ്ങൾ എഴുതിയിരിക്കേണ്ട ഞങ്ങളുടെ വിലാസം RJ സ്മിത LMR എന്നുള്ള ഫേസ്ബുക്ക് ഐഡിയിലേക്ക് കമൻറ്റ്, വോൾ പോസ്റ്റ്, മെസ്സേജസ് ഒക്കെ അയക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ മെയിലായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. smita@lmrlive.com എന്നാണ് എൻ്റെ ഇമെയിൽ ID. സോ ഇന്നത്തേക്കിന് എല്ലാവർക്കും ഞാൻ ടാറ്റ ബൈ ബൈ പറയുന്നു. നന്ദി, നമസ്കാരം. ആസ്വദിക്കൂ, ആഘോഷിക്കൂ ലണ്ടൻ മലയാളം റേഡിയോ. നെഞ്ചം എന്നും ഊരിനിലേ, കാതൽ എന്നും തെരുവിനിലേ, കനവ് എന്നും വാസലിலே என்னை கட்டிக்கொள்ள வந்தாயே. வாழ்க்கை என்னும் வானத்திலே, மனசு என்னும் மேகத்திலே, ஆசை என்னும் மழையினிலே என்னை சொட்ட சொட்ட நினைத்தாயே. நான் தனியாய் தனியாய் இருந்தேனே, நீ துணையாய் துணையாய் வந்தாயே. இன்று இதமாய் இதமாய் தொலைந்தேனே காதலே. நெஞ்சம் எனும் ஊரினிலே, காதல் எனும் தெருவினிலே, கனவு எனும் வாசலிலே என்னை கட்டிக்கொள்ள வந்தாயே. காத்துல ஏழி வச்சு மூச்சுல இறங்கிடுவேன். நெருப்புல வீடு கட்டி நெருப்புல வாழ்ந்துடுவேன். பேனா எடுத்தா தானா கைகள் உன் பேரத்தா எழுதிடுதே. கோயில பார்த்தா தானா கைகள் உனக்காகத்தான் கும்பிடுதே. நெஞ்சம் எனும் ஊரினிலே, காதல் எனும் தெருவினிலே, கனவு எனும் வாசலிலே என்னை கட்டிக்கொள்ள வந்தாயே. Boy in my paya, GIRL girl, girl in my pundit. This girl is so hot that'll make him crazy. They're just gonna rock, so take it easy. In the rent pericle neon, touching, gotta anytime, anywhere, kissing. கயிறு கட்டி உருவத்தை புடிச்சுக்குவேன். மண்ணில நாம் விழுந்து நிழலையும் ஏந்திக்குவேன். கை குட்டையாக உன் விரல் மாற அழுவது போலே நான் நடிப்பேன். நீ அழ வேண்டாம், இந்திய நாட்டில் வெங்காயத்தை தடை விதிப்பேன். நெஞ்சம் எனும் ஊரினிலே, காதல் எனும் தெருவினிலே, கனவு எனும் வாசலிலே என்னை கட்டிக்கொள்ள வந்தாயே.